കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. പൂയം, അനിഴം, ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇവർക്ക് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ സാധാരണ നക്ഷത്രക്കാർക്ക് പല പ്രത്യേകതകളും ഉണ്ട്. പൂയ നക്ഷത്രക്കാർക്കും എല്ലാ പൂയ നക്ഷത്രക്കാരും എല്ലാ ഉത്രട്ടാതി നക്ഷത്രക്കാരും അനിഴ നക്ഷത്രക്കാരൊക്കെ പറയുന്ന കേൾക്കാം, ഒരിക്കലും ഒരു കാര്യങ്ങളിലും ഞങ്ങൾക്കൊരു ഉയർച്ചയില്ല, എന്ത് ചെയ്താലും ശരിയാവുന്നില്ല. എത്ര ഉത്രട്ടാതിക്കാരെടുത്താലും എത്ര പൂയ നക്ഷത്രക്കാരെടുത്താലും ദുരിതത്തിന്റെ ദുരിതമാണ്. എന്തെങ്കിലും ഒന്ന് ചെയ്ത് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അപ്പോഴേക്കും ഒരു ബ്ലോക്ക് വരും എന്ന്. ശനിയുടെ നക്ഷത്രങ്ങൾ എന്ന് വേണമെങ്കിൽ ഇവരെ നമുക്ക് വിശേഷിപ്പിക്കാം. ശനിയുടെ നക്ഷത്രങ്ങൾ, ഇവരുടെ പിതാവ് ശനിയാണ്. ഈ 3 നക്ഷത്രക്കാരുടെയും പിതാവ് ശനിയാണ്. 3 നക്ഷത്രങ്ങളായ പൂയം, അനിഴം, ഉത്രട്ടാതി ഇവരെ 3 പേരെയും ശനി മനുഷ്യർ എന്നാണ് വിളിക്കുന്നത്. ശനിയുടെ മനുഷ്യർ അല്ലെങ്കിൽ ശനിയുടെ മക്കൾ എന്നൊക്കെ തന്നെ ഇവരെ പേരിട്ട് വിളിക്കാം. ജ്യോതിഷ ഭാഷയിൽ ഇവരെ അങ്ങനെയൊക്കെ തന്നെയാണ് അറിയപ്പെടുന്നത്. എന്ത് തന്നെ ആയാലും കൂടാതെ ശനിയെ ഇവര് എന്താണ്, ഇവര് പിന്നെ വേറെ കൂടാതെ ഈ 3 നക്ഷത്രക്കാരെ പൂയം, അനിഴം, ഉത്രട്ടാതി കൂടാതെ ശനിയാഴ്ച ദിവസം ജനിക്കുന്നവര് സംഖ്യാശാസ്ത്ര പ്രകാരം തീയതി 8 കൂട്ടിയാൽ 8 വരുന്ന തീയതിയോ, ഒന്നുകിൽ 8 അല്ലെങ്കിൽ 7 1 8 6 2 8 ഇങ്ങനെ കൂട്ടുന്ന ഇത് 17 26 ഇങ്ങനെ ഈ കൂട്ടിയാൽ 8 കിട്ടുന്ന തരത്തിലുള്ള തീയതികളിൽ ജനിക്കുന്നവരോ ഒക്കെ ആണെങ്കിൽ, ഇപ്പൊ 17-ാം തീയതി ജനിച്ച ആള് 7 1 8 26-ാം തീയതി ജനിച്ച ആള് 6 2 8 അപ്പൊ ഇങ്ങനെ 8-ാം തീയതി ജനിച്ച ആള്, അപ്പൊ ഇങ്ങനെയുള്ള ഈ ദിവസങ്ങളിൽ കൂട്ടിയാൽ 8 കിട്ടുന്നതോ 8 ജന്മസംഖ്യ ആയിട്ടുള്ളവരോ ഇങ്ങനെയുള്ള ആളുകളും ഒക്കെ എന്താണ് യഥാർത്ഥത്തിൽ ശനി മനുഷ്യർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നക്ഷത്രം നല്ല നക്ഷത്രമാണ്, പക്ഷെ ജനിച്ചത് 17-ാം തീയതിയാണ്. 17-ാം തീയതി ജനിച്ച നമ്മൾ കൂട്ടി നോക്കിയപ്പോൾ 7 1 8 ഉടനെ നമുക്ക് അവിടെ ശനിയുടെ നക്ഷത്രം, ശനിയുടെ സംഖ്യയാണ് 8. ഉടനെ നമുക്ക് അതിൻ്റെ ദുരിതങ്ങൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും പല കാര്യത്തിലും. അപ്പം നമ്മൾ അവിടെ എന്താ ചെയ്യേണ്ടത്? ശനിയെ പ്രീതിപ്പെടുത്താൻ നോക്കണം. 8 എന്നുള്ളത് ദോഷം ഉണ്ടാക്കുന്നു. 26-ാം തീയതി ജനിച്ച ആളാണെങ്കിൽ തീർച്ചയായിട്ടും 6 2 8 8 നമുക്ക് ശനിയാണ്. 8 ശനിയാകുമ്പോൾ നമുക്ക് ശനിയുടെ ദോഷങ്ങൾ കൊണ്ട് നമുക്ക് പല കാര്യങ്ങളും ബ്ലോക്ക് ആവാം. അപ്പം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവരെയൊക്കെ ശനി മനുഷ്യർ എന്നാണ് വിളിക്കുക. ഇത്തരത്തിലുള്ള ശനി മനുഷ്യർ വലിയ യോഗ്യതകളും നന്മകളും ഉള്ളവരായിരിക്കും എന്നുള്ളതാണ് സത്യം. പക്ഷെ അവരുടെ കഴിവുകൾ ഉള്ളിൽ മറഞ്ഞു കിടക്കും. ഈ ശനി മനുഷ്യർക്ക് ദോഷങ്ങൾ കാണുന്നുണ്ട്, ജീവിതത്തിൽ അത് അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കഴിവുകളും പ്രാഗൽഭ്യവും ബുദ്ധിവൈഭവവും ഒക്കെ ഉള്ള ആളുകളാണ് ഈ പറയുന്ന പൂയം, അനിഴം, ഉത്രട്ടാതി ശനിയാഴ്ച ജനിച്ചവര്, 8 കൂട്ടി കിട്ടിയാൽ 8 ആവുന്ന സംഖ്യ ആവുന്നവരൊക്കെ. പക്ഷേ ഇതെല്ലാം പുറത്തേക്ക് എടുക്കാൻ ഇവർക്ക് സമയം കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. തൻ്റെ ഗുണങ്ങളെ ഒരു പ്രദർശന വസ്തുവായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ ഇവർക്ക് പല കഴിവുണ്ടെങ്കിലും ഒന്ന് കാണിച്ചേ എന്ന് പറഞ്ഞാൽ, അതിപ്പോൾ അവരുടെ ഒന്നും മുമ്പിൽ പ്രദർശിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങളുടെ കഴിവും ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്ന ഒരു ആത്മവിശ്വാസത്തോടെ അഹങ്കാരത്തോടെയും പറയുന്ന ആളുകളാണ് ഈ പറയുന്ന ശനി മനുഷ്യർ എന്ന് പറയുന്നത്. അവരതിന് മെനക്കെടാറുമില്ല. മറ്റുള്ളവരുടെ മുമ്പിൽ അവരുടെ വൈഭവം അല്ലെങ്കിൽ അവരുടെ പ്രാഗൽഭ്യം കാണിക്കാൻ അവർ മെനക്കെടാറുമില്ല. ആയതുകൊണ്ട് അവരുടെ നന്മ എളുപ്പം തിരിച്ചറിയപ്പെടുകയോ അല്ലെങ്കിൽ അംഗീകരിക്കപ്പെടുകയോ ഇല്ല. ഒരാളുടെ മുൻപിൽ അവർക്ക് ഉള്ളിലുള്ള അവരുടെ ആ രീതി തുറന്നു കാണിച്ചാലല്ലേ അവൻ നന്മയുള്ളവനാണ്, അവൻ നല്ലവനാണ്, എന്ത് രസാവന് അവൻ്റെ സംസാരം എന്ന് പറയും. അതൊന്നും ചെയ്യില്ല. അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങളിലും ഇവരെ കൊള്ളരുതാത്തവൻ അല്ലെന്ന് ചിത്രീകരിക്കേണ്ടതായിട്ട് വരും. കുരുത്തമില്ലാത്തവൻ എന്ന് വരെ പറയുന്ന ശനി മനുഷ്യരുണ്ട്. അപ്പോൾ ആമ ശനിയുമായി വല്ലാത്ത സാദൃശ്യമുള്ള ഒരു ഉഭയജീവിയാണ്. ആമയും മുയലും തമ്മിലുള്ള കഥ അറിയാലോ, നമ്മളെല്ലാവരും കേട്ടു മറന്നിട്ടുള്ള കഥയാണ്. ആമയും മുയലും തമ്മിൽ ഓടാൻ നിന്ന് ആമ പതുങ്ങിയാണ് പോവുക, പക്ഷെ ജയിച്ചത് ആമയായിരിക്കും. എന്ന പോലെ തന്നെ ആമ ഒരു ഉഭയജീവിയാണ്. ആമയെ ശനിയോട് നമുക്ക് തല ഉള്ളിലേക്ക് വലിച്ചിട്ട് ഇങ്ങനെ പതുങ്ങി പോകുന്ന രീതിയാണ്. ആമയെ പോലെയാണ് ശനി മനുഷ്യര്. ആയുസ്സും കൂടിയൊരു ജന്തുവും കൂടിയാണ് ആമ. ഒന്നാമത് ആമ ആയുസ് കൂടിയൊരു ജന്തുവാണ്. അതുപോലെ തന്നെ ശനി മനുഷ്യർക്ക് ആയുസ്സിന് വലിയ ക്ഷാമം ഉണ്ടാവില്ല, നല്ലോണം ആയുസ് ഉണ്ടാവും. ഗ്രഹങ്ങളിൽ ആയുസിന്റെ വകുപ്പ് മേധാവി ശനിയാണല്ലോ. അപ്പോൾ ആയുസ് എത്ര വേണം എന്ന് തീരുമാനിക്കുന്നത് ശനിയാണ്, കാരകനാണ് ശനി. അപ്പോൾ ആയുസ് അവന് 120 വയസ്സ് വരെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ അവന് 70 വയസ്സ് വരെ കൊടുത്തേക്കാം, 80 വയസ്സ് വരെ കൊടുത്തേക്കാൻ തീരുമാനിക്കുന്ന വകുപ്പ് മേധാവി ശനിയാണ്. ഏത് സാഹചര്യത്തിലും ജീവിക്കാൻ ഇവർക്ക് കഴിയും എന്നുള്ളതാണ്. കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഇത്തിരി ദുരിതമൊക്കെ നിറഞ്ഞ ലൈഫാണ്, കുറച്ച് വല്ലാത്ത ഒരു അവസ്ഥയാണെങ്കിൽ പോലും അവരവിടെ അഡ്ജസ്റ്റ് ആയിക്കോളും. കാരണം
ഏത് സാഹചര്യത്തിലും ഈ ശനി മനുഷ്യർക്ക് അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ഉഭയജീവിയാണ് ആമ. ഇതുപോലെ തന്നെ അത് സാധിക്കും. ഒരു ഓലപ്പാമ്പ് കണ്ട് പേടിക്കുന്നവരല്ല ഈ ഇത്തരക്കാർ. കാരണം ഒരു ഓലപ്പാമ്പ് എടുത്തിട്ട് എല്ലാവരും പറയില്ല ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കല്ലേടാന്ന് എന്ന പോലെ ഇത്തരക്കാർ കാരണം ജീവിതത്തിലെ പല പ്രതിബന്ധങ്ങളും പല പ്രതിസന്ധികളും ഇവർ വന്നു ചേരും. കുറച്ചു നേരം അതൊക്കെ ഒന്ന് കണ്ട് ഓലപ്പാമ്പിനെ പോലെ അവരത് കണ്ടു, അയ്യോ അത് പാമ്പാണോ, എന്നാൽ കുഴപ്പമില്ല തല്ലി കൊന്നേക്കാം എന്ന് ചിന്തിക്കും. ഓലപ്പാമ്പ് കാണിച്ചാലും ഇവർ പേടിക്കില്ല. എന്ന പോലെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ 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 പ്രശ്നങ്ങൾ ഇവരുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കുടുംബപരമായിട്ടും സുഹൃത്തുക്കളെ കൊണ്ടും മറ്റുള്ളവരെ കൊണ്ടും കൂടെ നിൽക്കുന്നവരെ കൊണ്ടൊക്കെ ഇവർക്ക് സ്ഥിരം ഇവർക്ക് പ്രശ്നങ്ങളായിരിക്കും. എന്നാലോ ഏത് പ്രതിസന്ധികളും ഇവർ തരണം ചെയ്തിട്ട് അവസാനം ഇവർ എവിടെയെങ്കിലൊക്കെ എത്താൻ ശ്രമിക്കും. സാധാരണ പല മാനസികാവസ്ഥയിൽ പല ക്ലേശ സഹിഷ്ണുതകളും സഹിക്കാനുള്ള ഒരു കഴിവ് ഈ ശനി മനുഷ്യർക്കുണ്ട് എന്നുള്ളതാണ്. കാത്തിരിക്കാനും പയ്യൊച്ച വെച്ച് കുറച്ചു കാലം കാത്തിരുന്ന് വളരെ പയ്യൊച്ച വെച്ച് അമ്മയുടെ പോലെ പതുങ്ങി 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 വന്നിട്ട് കിട്ടുമ്പോൾ സാഹചര്യം കിട്ടുമ്പോൾ കയറി മുന്നേറാനും ഒക്കെയുള്ള കഴിവ് ഇവർക്കുണ്ട്. പലരും കളിയൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയെന്ന് വിചാരിക്കുക, എക്സാമ്പിൾ. പലരും കളിയൊക്കെ കഴിഞ്ഞ് കളത്തിൽ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് കീറിപ്പോകുന്ന സമയത്തായിരിക്കും ഈ ശനി മനുഷ്യർ ഈ പറയുന്ന 3 നക്ഷത്രക്കാരും കൂട്ടുമ്പോൾ ഇട്ട് കിട്ടുന്നവരും ശനിയാഴ്ച ജനിച്ചവരും എല്ലാവരും ഈ ശനി മനുഷ്യർ പതുക്കെ കളത്തിലേക്ക് ഇറങ്ങുക. കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി കാണാൻ ശ്രോതാക്കളൊന്നും ഉണ്ടാവില്ല. അപ്പോഴായിരിക്കും ഇവർ പതുക്കെ കളത്തിലേക്ക് ഇറങ്ങി കളിക്കാൻ തുടങ്ങുക. ആ സമയത്തായിരിക്കും ഇവർക്ക് പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായി കാണുമല്ലോ. കാരണം ഇവരുടെ നല്ല പ്രായമല്ല ഇവർ വെറുതെ നശിപ്പിച്ച് സമയം കളഞ്ഞ് കളയും. അവസാനം ഒരുവിധം എല്ലാവരും വിശ്രമം തുടങ്ങുന്ന സമയത്തും ലൈഫിൽ എന്തെങ്കിലുമൊക്കെ നേടിയെടുത്ത സമയത്തും നേടിയെടുത്തൊന്ന് വിശ്രമം ചോദിക്കുന്ന സമയത്തായിരിക്കും ഇവരിറങ്ങി കളിക്കാൻ തുടങ്ങുക. ആ സമയത്തായിരിക്കും അവർക്ക് നല്ലൊരു ഉയർച്ച ഉണ്ടാവുക. ഇവർ കളത്തിലിറങ്ങുന്നത് ജരാനരകൾ വെളിപ്പെടുമ്പോഴായിരിക്കും ഇവർ പലരും ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തുടങ്ങുന്നത്. കാരണം ഒരു 28, 30, 32, 35 വയസ്സൊക്കെ ആവുന്ന സമയത്തായിരിക്കും ഇവർ ജരാനരകളൊക്കെ പൊട്ടിപ്പുറപ്പെട്ട് ഇവർ ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ച് ജീവിതത്തിനൊരു പുതിയ ഒരു സ്ഥലം തന്നെ ഇവരുണ്ടാക്കി കൊണ്ടുവരുന്നത്. ഇവർക്ക് ഈ കാര്യത്തിൽ ഒട്ടും വിഷമോ ആത്മനിന്ദയോ ഇല്ല. എൻ്റെ ഇത്രയും വർഷം പോയല്ലോ, അല്ലെങ്കിൽ എൻ്റെ ജീവിതം തന്നെ ഇത്രയും കഴിഞ്ഞു പോയല്ലോ, 35 വയസ്സായി എനിക്ക്, ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ആത്മനിന്ദയൊന്നും ഇവർക്കില്ല. 35 വയസ്സല്ലേ ആയുള്ളൂ, ഇനിയും സമയമുണ്ട് ചെയ്യാൻ എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന ശനി മനുഷ്യർ. പല വ്യസനമോ ദുഃഖമോ ഒന്നും ഇവരുടെ മുഖത്ത് കാണില്ല. മറ്റുള്ളവർ കളിയാക്കാൻ നിന്ന് അവരുമായിട്ട് ബന്ധപ്പെടാനും നിൽക്കില്ല. അവരുമായിട്ട് ഒരു ചേർച്ച ഉണ്ടാവില്ല. ജീവിതം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവർ സമാധാനിക്കും, സന്തോഷിക്കുകയും ചെയ്യും. ഇക്കൂട്ടര് കർമ്മം ചെയ്യുക, കർമ്മഫലം ഭഗവാൻ തന്നോളും എന്നുള്ള മട്ടാണ് ഇവർക്ക്. അതാണ് നേരത്തെ നമ്മൾ പറഞ്ഞത് അമ്മയുടെ പോലെ എന്ന് പറഞ്ഞത്. എന്ത് തന്നെയായാലും ഇവരുടെ ശനി ദർശനവും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് ഈ 3 നക്ഷത്രത്തിൽപ്പെട്ടവരും ശനി മനുഷ്യരായവരും കൂട്ടുമ്പോൾ ഇട്ട് കിട്ടുന്നവരും ശനിയാഴ്ച ജനിച്ചവരും ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് കുറച്ചുകൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് എല്ലാവരും കളി കഴിഞ്ഞ് കയറുന്നതിന് മുമ്പേ നിങ്ങളും കൂടെ ഇറങ്ങി കളിക്കാൻ നോക്കുക. നിങ്ങൾ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ സ്വഭാവം എന്ന് അറിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിന് മോടിപ്പെടുത്താൻ പറ്റുമല്ലോ. അങ്ങനെ ചെയ്യാൻ നോക്കാം.